ഫാർമ ഈസി ലേൺ ട്യൂട്ടോറിയൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബയോകെമിസ്ട്രിയിലെ അമിനോ ആസിഡ് മെറ്റബോളിസത്തിൽ നിന്ന് യൂറിയ സൈക്കിളിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെ ഒരു പ്രോഡക്റ്റാണ് യൂറിയ എന്ന് പറയുന്നത്. ഇത് ലിവറിൽ വെച്ചിട്ടാണ് സിന്തസൈസ് ചെയ്യുന്നത്. എന്നിട്ട് അത് കിഡ്നിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അവിടെ നിന്ന് യൂറിൻ വഴിയാണ് ഇതിൻ്റെ എക്സ്ക്രീഷൻ. യൂറിയയുടെ സ്ട്രക്ചർ ഇങ്ങനെയാണ്: NH2 CO NH2. അപ്പോൾ ഇതിൽ 2 അമിനോ ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഒരു അമിനോ ഗ്രൂപ്പ് അമോണിയയിൽ നിന്ന് വന്നതും ഒരെണ്ണം അസ്പാർട്ടേറ്റിൽ നിന്ന് വന്നതുമാണ്. ഇനി ഈ കാർബൺ ആറ്റം കാർബൺ ഡയോക്സൈഡ് സപ്ലൈ ചെയ്തതുമാണ്. യൂറിയ സൈക്കിളിനെ നമ്മൾ Krebs-Henseleit സൈക്കിൾ എന്നും വിളിക്കാറുണ്ട്. യൂറിയ സൈക്കിൾ ഇറിവേഴ്സിബിൾ ആണ്, അതായത് ഒരു ഡയറക്ഷനിൽ മാത്രമേ റിയാക്ഷൻ പോകുന്നുള്ളൂ. ഈ റിയാക്ഷനിൽ 4 ATP കൺസ്യൂം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നോർമൽ ബ്ലഡ് യൂറിയ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 10 to 40 mg/dl ആണ്. ഇനി നമുക്ക് 2 ടേംസ് പരിചയപ്പെടാം: യുറേമിയ ആൻഡ് അസോട്ടീമിയ. ഈമിയ എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ബ്ലഡ് ആണ്. യുറേമിയ എന്ന് പറഞ്ഞാൽ റീനൽ ഫെയിലിയർ കാരണം ബ്ലഡിൽ ഇൻക്രീസ് ചെയ്യുന്ന യൂറിയയുടെ ലെവൽ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യുറേമിയ എന്ന് പറയുന്നത്. അസോ എന്ന് പറയുന്നത് നൈട്രജനെ ഉദ്ദേശിച്ചാണ്. അപ്പം അസോട്ടീമിയ എന്ന് പറയുന്നത് റീനൽ ഫെയിലിയർ കാരണമോ അല്ലാതെയോ ബ്ലഡിൽ ഇൻക്രീസ് ചെയ്യുന്ന യൂറിയയോ അല്ലെങ്കിൽ അതർ നൈട്രജൻ മെറ്റബോളൈറ്റ്സിനെയോ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസോട്ടീമിയ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് യൂറിയ സൈക്കിളിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. യൂറിയ സൈക്കിൾ ഒരു 5 സ്റ്റെപ്പ് പ്രോസസ്സാണ്. 5 സ്റ്റെപ്പാണ് ഇതിനുള്ളത്. അതിൽ ആദ്യത്തെ 2 സ്റ്റെപ്സ് മൈറ്റോകോൺഡ്രിയയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. കാരണം അതായത് ആദ്യത്തെ 2 സ്റ്റെപ്സിൽ ഇൻവോൾവ് ചെയ്യുന്ന എൻസൈംസ് മൈറ്റോകോൺഡ്രിയയിൽ മാത്രമാണ് കാണുന്നത്. ബാക്കിയുള്ള റിയാക്ഷൻസ്, അതായത് ബാക്കി 3 സ്റ്റെപ്സ് സൈറ്റോസോളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, യൂറിയയിൽ 2 അമിനോ ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഒരു അമിനോ ഗ്രൂപ്പ് അമോണിയത്തിൽ നിന്ന് വന്നതാണ്. യൂറിയയിലുള്ള കാർബൺ ഡയോക്സൈഡിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്: കണ്ടൻസേഷൻ ബിറ്റ്വീൻ കാർബൺ ഡയോക്സൈഡ് ആൻഡ് അമോണിയം അയോൺസ്. അപ്പോൾ ഇത് നടക്കുന്നത് കാർബമോയിൽ ഫോസ്ഫേറ്റ് സിന്തേസ് ഫസ്റ്റ് എൻസൈമിൻ്റെ പ്രസൻസിലാണ്. ഈ ഒരു എൻസൈമിൻ്റെ ആക്ടിവിറ്റിക്ക് നാഗിൻ്റെ പ്രസൻസ് ആവശ്യമായിട്ടുണ്ട്, N-അസറ്റൈൽ ഗ്ലൂട്ടമേറ്റ്. അപ്പോൾ ഇവിടെ 2 ATP 2 ADP പ്ലസ് ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ആയിട്ട് മാറി നമുക്ക് കാർബമോയിൽ ഫോസ്ഫേറ്റ് കിട്ടും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഓർണിത്തിൻ ട്രാൻസ് കാർബമോയിലേസ് എൻസൈമിൻ്റെ പ്രസൻസിൽ കാർബമോയിൽ ഫോസ്ഫേറ്റിൽ നിന്ന് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് എലിമിനേറ്റ് ആവും. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ ഓർണിത്തിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അത് സിട്രുലിനായിട്ട് മാറും. അപ്പോൾ ഈ ഓർണിത്തിൻ്റെ സ്ട്രക്ചറിലോട്ട് CONH2 വരുന്നതാണ് സിട്രുലിൻ എന്ന് പറയുന്നത്. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ ഈ 2 സ്റ്റെപ്സാണ് മൈറ്റോകോൺഡ്രിയയിൽ വെച്ചിട്ട് നടക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്സൊക്കെ സൈറ്റോസോളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യൂറിയയ്ക്ക് 2 അമിനോ ഗ്രൂപ്പ് ഉണ്ട്. ഒരു അമിനോ ഗ്രൂപ്പ് അമോണിയത്തിൽ നിന്ന് വന്നു, ഒരു അമിനോ ഗ്രൂപ്പ് അസ്പാർട്ടേറ്റ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ തേർഡ് സ്റ്റെപ്പിലാണ് സിട്രുലിനിലോട്ട് അസ്പാർട്ടേറ്റ് വന്ന് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഈ സിട്രുലിൻ്റെ ഈ ഒരു കാർബണിലോട്ടാണ് അസ്പാർട്ടേറ്റിൻ്റെ ഈ ഒരു അമിനോ ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന എൻസൈമാണ് അർജിനോസക്സിനേറ്റ് സിന്തേസ്. അപ്പോൾ ഇവിടെ ഒരു ATP AMP പ്ലസ് പൈറോഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അർജിനോസക്സിനേറ്റ് കിട്ടി. ഫോർത്ത് സ്റ്റെപ്പിൽ അർജിനോസക്സിനേറ്റിൽ നിന്ന് ഫ്യൂമറേറ്റ് എലിമിനേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇത് നടക്കുന്നത് അർജിനോസക്സിനേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രസൻസിലാണ്. എന്നിട്ടത് അർജിനിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനി ഫിഫ്ത്ത് സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അർജിനിലോട്ട് അർജിനേസ് എൻസൈം ആക്ട് ചെയ്തിട്ട് അവിടെ വാട്ടറിൻ്റെ അഡീഷൻ നടക്കും. അപ്പോൾ ഈ അർജിനിൽ നിന്ന് യൂറിയ മോളിക്യൂള് എലിമിനേറ്റ് ആവുന്നുണ്ട്. പിന്നെ ഇത് ഓർണിത്തിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഈ ഓർണിത്തിൻ കാർബമോയിൽ ഫോസ്ഫേറ്റുമായിട്ട് കമ്പൈൻ ചെയ്ത് സിട്രുലൈനായി മാറുന്നു. ദെൻ ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു. ഇതാണ് യൂറിയ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ യൂറിയ സൈക്കിൾ എങ്ങനെയാണെന്ന് നോക്കി. യൂറിയ സൈക്കിളിൽ വരുന്ന എൻസൈംസിനെയും കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു എൻസൈംസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ബോഡിയിൽ എന്തൊക്കെ മെറ്റബോളിക് ഡിസോർഡേഴ്സാണ് വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് എൻസൈം ആയിരുന്നു കാർബമോയിൽ ഫോസ്ഫേറ്റ് സിന്തേസ് ഫസ്റ്റ്. അപ്പോൾ ഈ ഒരു എൻസൈമിൻ്റെ ആബ്സെൻസിൽ വരുന്ന മെറ്റബോളിക് ഡിസോർഡറാണ് ഹൈപ്പർ അമോണീമിയ ടൈപ്പ് 1.
സെക്കൻഡ് എൻസൈം ആയിരുന്നു ഓർണിത്തിൻ ട്രാൻസ് കാർബമൈലേസ്. അപ്പോൾ ഈ ഒരു എൻസൈമിൻ്റെ ആബ്സെൻസിൽ വരുന്ന ഡിസോർഡറാണ് ഹൈപ്പർ അമോണീമിയ ടൈപ്പ് 2. ആൻഡ് തേർഡ് സ്റ്റെപ്പിൽ സിട്രുലിൻ അർജിനോസക്സിനേറ്റ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത ഒരു എൻസൈമാണ് അർജിനോസക്സിനേറ്റ് സിന്തീസ്. ഈ ഒരു എൻസൈം ഇല്ലയെന്നുണ്ടെങ്കിൽ ബ്ലഡിൽ സിട്രുലിൻ്റെ എമൗണ്ട് കൂടും. അപ്പോൾ വരുന്ന മെറ്റബോളിക് ഡിസോർഡറാണ് സിട്രുലിനീമിയ. ആൻഡ് ദെൻ അർജിനോസക്സിനേറ്റിൽ നിന്ന് അർജിനിൻ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തൊരു എൻസൈമാണ് അർജിനോസക്സിനേറ്റ്. അപ്പോൾ ഈ ഒരു എൻസൈം ഇല്ലയെന്നുണ്ടെങ്കിൽ അർജിനോസക്സിനേറ്റിൻ്റെ എമൗണ്ട് ബ്ലഡിൽ കൂടും. അപ്പോൾ ഇതൊരു ആസിഡാണ്. അപ്പം അർജിനോസക്സിനിക് ആസിഡ് യൂറിയ എന്ന് പറയുന്ന കണ്ടീഷനാണ് വരുന്നത്. ദെൻ അർജിനിൽ നിന്ന് ഓർണിത്തിൻ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തൊരു എൻസൈമാണ് അർജിനീസ്. ഈ ഒരു എൻസൈം ഇല്ലയെന്നുണ്ടെങ്കിൽ അർജിനിൻ്റെ എമൗണ്ട് ബ്ലഡിൽ കൂടും. അപ്പോൾ ആ ഒരു കണ്ടീഷനാണ് ഹൈപ്പർ അർജിനീമിയ. ഇനി നമുക്ക് യൂറിയ സൈക്കിളിന് സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പർപ്പസാണ് ബോഡിയിൽ ഉണ്ടാകുന്ന ടോക്സിക് അമോണിയയുടെ എലിമിനേഷൻ. നമുക്കറിയാം അമിനോ ആസിഡ് മെറ്റബോളിസത്തിൽ നിന്ന് അമോണിയ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ഈ അമോണിയ നമ്മുടെ ബോഡിക്ക് ഭയങ്കര ടോക്സിക്കാണ്. അപ്പോൾ ഇതിനെ നോൺ ടോക്സിക് ആയിട്ടുള്ള യൂറിയയാക്കി മാറ്റുകയാണ് യൂറിയ സൈക്കിൾ ചെയ്യുന്നത്. സെക്കൻഡ് പോയിൻ്റാണ് സെമി എസെൻഷ്യൽ അമിനോ ആസിഡായ അർജിനിൻ്റെ സിന്തസിസ്. യൂറിയ സൈക്കിൾ അതിൻ്റെ ഫോർത്ത് സ്റ്റെപ്പിലാണ് അർജിനിൻ്റെ സിന്തസിസ് നടക്കുന്നത്. അങ്ങനെ സെമി എസെൻഷ്യൽ അമിനോ ആസിഡായ അർജിനിൻ്റെ സിന്തസിസും യൂറിയ സൈക്കിൾ വഴി നടക്കുന്നുണ്ട്. തേർഡ് പോയിൻ്റാണ് യൂറിയ സൈക്കിൾ ബ്ലഡ് പി എച്ചിൻ്റെ റെഗുലേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ബ്ലഡ് പി എച്ച് എന്ന് പറയുന്നത് ഡിസോൾവ്ഡ് കാർബൺ ഡയോക്സൈഡിൻ്റെ റേഷ്യോയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പം യൂറിയ സൈക്കിളിൽ കാർബൺ ഡയോക്സൈഡിൻ്റെയും അമോണിയം അയോൺസിൻ്റെയും കണ്ടൻസേഷൻ വഴിയാണ് യൂറിയ പ്രൊഡ്യൂസ് ആവുന്നത്. സോ അതുകൊണ്ട് തന്നെ ബ്ലഡ് പി എച്ചിനെ റെഗുലേറ്റ് ചെയ്യാനും യൂറിയ സൈക്കിൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഫോർത്ത് പോയിൻ്റാണ് ബ്ലഡ് യൂറിയ മെഷർമെൻ്റ് എന്ന് പറയുന്നത് റീനൽ ഫങ്ഷനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർത്ത് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡിലുള്ള യൂറിയയുടെ അളവനുസരിച്ച് നമുക്ക് റീനൽ ഫങ്ഷനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് യൂറിയ സൈക്കിളിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക.